ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രം അങ്കോർ വാട്ട്. കംബോഡിയയിലെ ഈ ക്ഷേത്രം ലോകത്തെ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ്. 402 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്ര സമുച്ചയം വ്യാപിച്ചു കിടക്കുന്നത്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഖമർ സമ്രാട്ടായിരുന്ന സൂര്യവർമ്മൻ രണ്ടാമനാണ് വിഷ്ണു ക്ഷേത്രമായി അങ്കോർ വാട്ട് നിർമ്മിച്ചത്. നൂറ്റാണ്ടിന്റെ അന്ത്യമായപ്പോഴേക്കും ഇത് ബുദ്ധക്ഷേത്രമായി മാറി. ഇന്ന് ഹിന്ദു ബുദ്ധക്ഷേത്രമായാണ് അങ്കോർ വാട്ട് അറിയപ്പെടുന്നത്. കംബോഡിയൻ തലസ്ഥാനമായ സിയം റീപ്പിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെയാണ് അങ്കോർ വാട്ട്. യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി അംഗീകരിച്ച സിയം റീപ്പിലെ ക്ഷേത്രങ്ങളിലേക്കുള്ള പൊതുപ്രവേശന ടിക്കറ്റ് ഇവിടെ നിന്ന് ലഭിക്കും. പിന്നെ യാത്ര കാടിനുള്ളിലൂടെയാണ്. 5 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള അതിവിശാലമായ കിടങ്ങിനാൽ ചുറ്റപ്പെട്ടതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലേക്കുള്ള പഴയ പാലം ഇന്നില്ല. പകരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ ക്ഷേത്രത്തിലേക്ക് എത്താം. 200 മീറ്റർ വീതിയിൽ കിഴക്ക് പടിഞ്ഞാറ് 1500 മീറ്ററും തെക്കുവടക്ക് 1300 മീറ്ററും നീളമുള്ള ഈ കനാൽ ഹൈന്ദവ സങ്കല്പപ്രകാരം സമുദ്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചുറ്റുമുള്ള ബൃഹത്തായ ഈ കനാലിൽ നിന്ന് കുഴിച്ചെടുത്ത മണ്ണുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ അടിത്തറ ഉയർത്തിയത്. കല്ലിൽ നിർമ്മിച്ച ഈ മഹാക്ഷേത്രത്തിന്റെ ഭീമമായ ഭാരം താങ്ങാൻ അടിത്തട്ടിലുള്ള ഭൂമിയെ പ്രാപ്തമാക്കാനുള്ള ബാലൻസിങ്ങിനായാണ് ചുറ്റുമുള്ള ജലാശയം നിർമ്മിച്ചതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ. 12-ാം നൂറ്റാണ്ടിലെ ഖമർ വാസ്തുശില്പികളുടെ വൈദഗ്ധ്യത്തിനു മുന്നിൽ ക്ഷേത്ര ദർശനത്തിനു മുൻപ് നമുക്ക് നമിക്കേണ്ടതായി വരും. പുറം മതിലിന് മാത്രം 3.6 കിലോമീറ്റർ നീളമുണ്ട്. ഹൈന്ദവ ദേവന്മാരുടെ വാസസ്ഥലമായ മഹാമേരുവിനെ പ്രതിനിധാനം ചെയ്യുന്ന പർവ്വതക്ഷേത്ര ഘടനയിലും ഗോപുര മാതൃകയിലുമാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജാക്കന്മാർക്ക് പ്രജകളെ കാണാനും അവരുടെ ആവലാതികൾ കേൾക്കാനുമുള്ള ഇടമായിരുന്നു ക്ഷേത്ര കവാടത്തിനരികെയുള്ള ഉയർന്ന വേദി. ഉച്ചഭാഷണികളില്ലാതിരുന്നതിനാൽ രാജാവിന്റെ കൽപ്പന ഈ വേദിയിൽ നിന്ന് ഉറക്കെ ആളുകൾ ഏറ്റുപറഞ്ഞിരുന്നത്രേ. ക്ഷേത്രമുഖ ഗോപുര കവാടം കടന്നെത്തുന്നത് അതിവിശാലമായ അങ്കണത്തിലേക്കാണ്. അവിടെ നമ്മുടെ സങ്കല്പങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത വലിപ്പത്തിലും വ്യാപ്തിയിലുമാണ് ക്ഷേത്ര നിർമ്മിതി. മഹാമേരു സങ്കല്പത്തിലുള്ള ഗോപുരത്തിലേക്ക് നേരിട്ട് നടന്നു കയറാനാവില്ല. ചെങ്കുത്തായ കൈവരികളില്ലാത്ത പടവുകൾ കൈപിടിച്ച് കയറി വേണം മുകളിലെത്താൻ. ദൈവസന്നിധിയിലേക്ക് തലകുനിച്ച് കയറുകയും പുറം തിരിയാതെ ഇറങ്ങുകയും വേണമെന്ന സങ്കല്പമാണത്രേ ഇതിനു പിന്നിൽ. ക്ഷേത്രത്തിനുള്ളിലെ 3-ാം പ്രദക്ഷിണ മണ്ഡപത്തിന്റെ ചുവരിൽ 1/2 മൈൽ നീളത്തിൽ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകളെ ആസ്പദമാക്കിയുള്ള ശില്പങ്ങളാണ്. ഇതിഹാസ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും തുടർച്ചയായി ശില്പശിലാപാളികളിൽ പ്രത്യക്ഷപ്പെടുന്നു. സൂര്യവർമ്മൻ രണ്ടാമന്റെ കാലത്തെ മതരാഷ്ട്രീയാവസ്ഥയുടെ പ്രതിഫലനമാണ് ക്ഷേത്രച്ചുവരിലെ ശിലാരചനകൾ. അമൃതും അമൃതത്വവും തേടി ദേവന്മാർ നടത്തുന്ന പാലാഴി മഥനം, ഗോവർദ്ധന പർവ്വതം കുടയായി ചൂടിയ ശ്രീകൃഷ്ണൻ, മാരീചനെ വധിക്കുന്ന ശ്രീരാമൻ, കൈലാസം കുലുക്കുന്ന ശിവൻ, കാമനെ ചുട്ടരിക്കുന്ന ശിവൻ, ശിവപാർവതി പരിണയം, സ്വർഗവും നരകവും, യമപുരിയിലെ ചിത്രഗുപ്തന്റെ വിചാരണ, ഇങ്ങനെ നീളുന്നു ചുവരിലെ ശില്പരചനകൾ. അപ്സരസ്സുകളാണ് ചുവർ ശില്പങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. മഹാഭാരത കഥാശില്പങ്ങളിലെങ്ങും അപ്സരസ്സുകളുടെ നിറസാന്നിധ്യമുണ്ട്. കിഴക്ക് പടിഞ്ഞാറുള്ള അക്ഷധ്രുവത്തിന് ഇരുവശവും പ്രതിസമത രൂപകൽപ്പനയാണ് അങ്കോർ വാട്ട് ക്ഷേത്രത്തിൻ്റേത്. ക്ഷേത്രാങ്കണത്തിലെ ലൈബ്രറി മധ്യപ്രദക്ഷിണ മണ്ഡപത്തിനും
പുറംമതിലിനും ഇടയ്ക്കാണ്. ഇത്തരത്തിൽ 2 ലൈബ്രറിയും റീഡിംഗ് റൂമും കൂടി ക്ഷേത്ര സമുച്ചയത്തിൽ ഉണ്ടായിരുന്നത്രേ. ക്ഷേത്രാങ്കണത്തിൽ 2 കുളങ്ങളുണ്ട്. കടുത്ത വേനലും കൊടും വർഷവുമുള്ള കംബോഡിയയുടെ കാലാവസ്ഥയിൽ വറ്റി വരണ്ടു പോകാതെ സൂര്യന്റെ സഞ്ചാരപഥം ക്രമീകരിച്ചാണ് ഇവയുടെ നിർമ്മാണം. (1122) മുതൽ 1150 വരെയുള്ള 28 വർഷം കൊണ്ടാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 1113 മുതൽ 1150 വരെയായിരുന്നു സൂര്യവർമ്മൻ രണ്ടാമന്റെ ഭരണകാലം. ക്ഷേത്ര രൂപകൽപ്പന ശൈവ ഹൈന്ദവ സാമ്പ്രദായിക രീതിയിൽ നിന്ന് വിഭിന്നമായി വിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂര്യവർമ്മൻ രണ്ടാമന്റെ ആസ്ഥാന ക്ഷേത്രവും തലസ്ഥാനവുമായാണ് അങ്കോർ വാട്ട് നിർമ്മിച്ചിട്ടുള്ളത്. രാജാവ് 1150 വിഷ്ണുലോകം പൂകിയ ശേഷം ക്ഷേത്രനിർമ്മാണം പൂർത്തിയായതിനാൽ വരാഹ വിഷ്ണുലോകം എന്നായിരുന്നു ക്ഷേത്രത്തിന്റെ മൂലനാമം. സൂര്യവർമ്മൻ രണ്ടാമന്റെ കാലശേഷം 27 വർഷക്കാലം ഖമറിന്റെ കുലശത്രുക്കളായിരുന്ന ചാംസിന്റെ അധീനതയിലായിരുന്ന ക്ഷേത്രത്തെ 1177 ജയവർമ്മൻ ഏഴാമൻ പുനരുദ്ധരിച്ച് ബുദ്ധമതാലയമാക്കി മാറ്റി. ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട ജയവർമ്മൻ ഏഴാമൻ ബുദ്ധമതം സ്വീകരിച്ച് ഹൈന്ദവ ബിംബങ്ങളെല്ലാം മാറ്റി ബുദ്ധവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. തുടർന്ന് നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധങ്ങൾക്കും അരക്ഷിതാവസ്ഥയ്ക്കുമിടയ്ക്ക് ക്ഷേത്രം അവഗണിക്കപ്പെട്ട് അനാഥമായി. വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടു. പിന്നെ ചരിത്ര വിസ്മൃതിയിലാണ്ട് കാട് മൂടിക്കിടന്നു. നൂറ്റാണ്ടുകളോളം കാടുമൂടി അവഗണിക്കപ്പെട്ട് കിടന്ന അങ്കോർ വാട്ട് ക്ഷേത്രത്തെ കണ്ടെത്തി പുറം ലോകത്തെ അറിയിച്ചത് വിഖ്യാത ഫ്രഞ്ച് പ്രകൃതിശാസ്ത്രജ്ഞനും പര്യവേക്ഷകനുമായ ഹെൻറി മൗഹോയാണ്. 1840കളിലാണ് ഇത്തരമൊരു മഹാക്ഷേത്രം മണ്ണടിഞ്ഞു കിടന്നത് ലോകശ്രദ്ധയിലെത്തിയത്. അതിനെ വീണ്ടെടുത്ത് പുനരുദ്ധരിക്കാൻ വീണ്ടും മറ്റൊരു നൂറ്റാണ്ടുകൂടി വേണ്ടിവന്നു. 1986-93 കാലഘട്ടത്തിലാണ് അങ്കോർ വാട്ട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തത്. ഇന്ത്യ ലോകത്ത് നടത്തിയ ഏറ്റവും ബൃഹത്തായ പുനരുദ്ധാരണ പ്രവർത്തനമായിരുന്നു ഇത്. ഇന്നും ലോകവിസ്മയമായി അങ്കോർ വാട്ട് നിലനിൽക്കുന്നു.